ഇന്നു മുതൽ ഞാൻ എന്നെ തന്നെ രൂപപ്പെടുത്തുകയാണ്. എന്നിലേറ്റവും സ്വാധീനം ചെലുത്തിയ സത്യം, ഞാൻ എപ്പോഴും എൻ്റെ സ്വപ്നങ്ങളെ പിന്തുടരണമെന്ന് ഞാൻ പഠിച്ചു. അത് സാധാരണ വേദനയല്ല, അതൊരു മനുഷ്യൻ്റെ ആത്മാവിനെ കിഴിച്ചു കളയുന്ന വേദന. നീ എത്ര നല്ലവനാകുന്നാലും, എത്ര ശ്രമിച്ചാലും, അത് എത്ര സത്യമാണെങ്കിലും ചിലർ നിങ്ങളെ ബഹുമാനിക്കില്ല. പക്ഷേ ഒരു സത്യമുണ്ട്, ആരും നിങ്ങളെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ തെറ്റല്ല, അതവരുടെ കാഴ്ചപ്പാടിൻ്റെ കുറവാണ്. ആണെങ്കിലും ആ കാഴ്ചപ്പാടിൻ്റെ കുറവ് നിന്റെ ജീവിതത്തെ നശിപ്പിക്കേണ്ട. നിന്നെ ആരും വിലമതിക്കാത്ത സമയം അതൊരു വേദന മാത്രമല്ല, അതൊരു കാഴ്ചപ്പാടാണ്. നിന്റെ ജീവിതത്തിൽ ആരാണ് സത്യമായിരിക്കുക? യാർ ആക്ടിങ് செய்றாங்க, யார் உன்னை பயன்படுத்துறாங்க, അതെല്ലാം കാട്ടും ഒരു കണ്ണാടി. ഈ സമയം തന്നെയാണ് നിന്റെ യഥാർത്ഥ ശക്തി പ്രകടമാകുന്ന സമയം. കാരണം മൂല്യമില്ലാത്തൊരു സ്ഥലം അത് നിങ്ങളെ തകർക്കില്ല, അത് നിന്നെ ഷാർപ്പൻ ചെയ്യും, അത് നിന്നെ ഒരു പുതിയ വേർഷനായി രൂപീകരിക്കും. ഇന്ന് ഞാൻ നിന്നോട് പറയാൻ പോകുന്ന ഈ 8 കാര്യങ്ങൾ നിനക്കാരും വിലമതിക്കാത്ത സമയത്ത് നിന്നെ വീണ്ടും ഉയർത്തുന്ന ആയുധങ്ങൾ, നിനക്കാരും താഴ്ത്താൻ കഴിയാത്ത മനുഷ്യനാക്കുന്ന രഹസ്യങ്ങൾ. മുതൽ നീ ഒരു വിഷയം മനസ്സിലാക്കണം. മര്യാദ ചോദിച്ചുകൊണ്ട് ലഭിക്കില്ല, മര്യാദ കെട്ടിയെടുക്കുകയോ ലഭിക്കുകയോ ഇല്ല, മര്യാദ നിർബന്ധിതമാക്കപ്പെടുന്നില്ല. ദ ട്രാൻസ്ലേഷൻ ഈസ്, മര്യാദ കണ്ണാടി ബിംബം പോലെ പ്രതിഫലിക്കുന്നു. നിന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് നോക്കിയാണ് ലോകം നിന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. പക്ഷേ ആരും നിങ്ങളെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിന്നെ വിശദീകരിക്കേണ്ട, നിന്നെ നീതി ചെയ്യേണ്ട, നിന്നെ തെളിയിക്കേണ്ട. ഒരു മനുഷ്യൻ നിന്നെ മതിക്കണമെങ്കിൽ അവൻ നിന്റെ വാക്കുകൾ കേൾക്കില്ല, അവൻ നിന്റെ പ്രവർത്തനങ്ങൾ കാണും. നിനക്ക് മതിക്കാത്തവർക്കു നീ എത്ര വിശദീകരണം നൽകിയാലും അത് അവരുടെ വേണ്ടി വിനോദം മാത്രമാണ്. അവർ നിന്നെ മനസ്സിലാക്കാൻ വരുന്നില്ല, അവർ നിന്നെ താഴ്ത്താൻ വരുന്നു. അതുകൊണ്ട് നിന്റെ സൈലൻസിലേക്ക് നിന്റെ വാല്യൂ ഉണ്ട്. രണ്ടാമത്തെ കാര്യമാണ് നിന്റെ അതിരുകൾ സജ്ജമാക്കുക. ബൗണ്ടറീസ് ഇല്ലാത്ത മനുഷ്യനെ യാരും മതിക്ക മാട്ടാർകൾ. നീ എല്ലാവർക്കും യെസ് പറയുന്ന മനുഷ്യനാണെങ്കിൽ നിന്റെ മൂല്യം 0. നീ എല്ലാവർക്കും സമയം കൊടുത്താൽ നിന്റെ സമയത്തിന് മൂല്യം 0. നീ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചാൽ നിന്റെ വ്യക്തിത്വത്തിന് മൂല്യം 0. നിന്നെ ആദരിക്കണമെങ്കിൽ നിന്റെ ആദരം ആദ്യം വേണം. നിന്റെ സമയം, നിന്റെ മനസ്സ്, നിന്റെ ഊർജം ആർക്കും ഫ്രീ ആയി കൊടുക്കരുത്. മൂന്നാം കാര്യമാണ് നിന്റെ സൈലൻസിനെ ആയുധമായി ഉപയോഗിക്കൂ. നീ റിയാക്ട് ചെയ്യുന്നത് അവർക്ക് വിജയം, നീ വിശദീകരിക്കുന്നത് അവർക്കു ശക്തി. പക്ഷെ നീ മിണ്ടാതിരുന്നാൽ അവരാശയക്കുഴപ്പത്തിലാകും, പേടിക്കും, നിന്നെ ബഹുമാനിക്കും. മൗനം ദുർബലതയല്ല, മൗനം നിയന്ത്രണമാണ്. നാലാമത്തെ കാര്യം, നിങ്ങളുടെ നിലവാരം ഉയർത്തുക. നീ ഏത് മനുഷ്യരോട് ടൈം ചെലവഴിക്കുമോ അതാണ് നിന്റെ മൂല്യം നിശ്ചയിക്കുന്നത്. നീ സോംബരികളോടൊപ്പം മനുഷ്യരോടുണ്ടായാൽ അവർ നിന്നെ ലോ ആക്കാൻ കാണാൻ പോകും. നീ മുന്നേറിപ്പോകുന്നവനോടു മനുഷ്യരോടുണ്ടായാൽ നിന്റെ മൂല്യം സ്വയമേവ ഉയരും. നിന്റെ സർക്കിളിനെ മാറ്റുക, നിന്റെ എൻവയറൺമെന്റിനെ മാറ്റുക, നിന്റെ സ്റ്റാൻഡേർഡ്സിനെ ഉയർത്തുക. നിന്നെ ആരും മാനിക്കുമില്ല, അത് നീ തെറ്റായ സ്ഥലത്തിരിക്കുമ്പോഴാണ്. അഞ്ചാമത്തെ കാര്യം, കുറഞ്ഞ വാക്കുകൾ മാത്രം ഉപയോഗിക്കുക. നീ അധികം സംസാരിക്കുന്ന മനുഷ്യനാണെങ്കിൽ നിന്റെ മൂല്യം കുറയുന്നു. നീ കുറച്ച് സംസാരിക്കുന്ന മനുഷ്യനാണെങ്കിൽ നിന്റെ മൂല്യം വർദ്ധിക്കുന്നു. മനുഷ്യർ രഹസ്യത്തെ ആദരിക്കുന്നു, മനുഷ്യർ നിയന്ത്രണത്തെ ആദരിക്കുന്നു, മനുഷ്യർ ശാസനയെ ആദരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കേണ്ട സ്ഥലത്ത് മാത്രം സംസാരിക്കുക. നിന്റെ ശബ്ദത്തെ വിലമതിക്കൂ, നിന്റെ മൗനത്തെ സംരക്ഷിക്കൂ. ആറാമത്തെ കാര്യം, നിങ്ങളുടെ രൂപം മെച്ചപ്പെടുത്തുക. നീ എങ്ങനെ ഡ്രസ് ചെയ്യുന്നു, നീ എങ്ങനെ നടക്കുന്നു,
നീ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അതാണ് ആദ്യത്തെ ആദരവ് സൃഷ്ടിക്കുന്നത്. ആദരവ് വികൃതമായതിനു മുമ്പ് ദൃശ്യമാണ്. നീ സ്ലോപ്പിയായാൽ നിന്നെ ആരും സീരിയസ് ആയി എടുക്കില്ല. നീ ഷാർപ്പായാൽ നിന്നെ ആരും ഇഗ്നോർ ചെയ്യാൻ കഴിയില്ല. നിന്റെ ലുക്ക് മെച്ചപ്പെടുത്തുക, നിന്റെ ബോഡി ലാംഗ്വേജ് മെച്ചപ്പെടുത്തുക, നിന്റെ പ്രസൻസ് മെച്ചപ്പെടുത്തുക. 7ാമത്തെ കാര്യം, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പിന്തുടരുക. ഒരു മനുഷ്യൻ ബിസിയായാൽ ലോകം അവനെ കാണും. ലക്ഷ്യബോധമുള്ള ഒരു മനുഷ്യൻ നടക്കുന്നു, ആർക്കും അവനെ താഴ്ത്തിക്കെട്ടാൻ കഴിയില്ല. മനുഷ്യർ ശബ്ദത്തെ ആദരിക്കില്ല, മനുഷ്യർ പുരോഗതിയെ ആദരിക്കുന്നു. നീ നിന്റെ ജീവിതം നിർമ്മിക്കാൻ ആരംഭിച്ചാൽ നിന്നെ ആദരിക്കാത്തവർ പോലും നിന്നെ സൈലന്റ്ലി ഒബ്സർവ് ചെയ്യും, ശേഷം കോപ്പി ചെയ്യും, ശേഷം റെസ്പെക്റ്റ് ചെയ്യും. 8ാമത്തെ കാര്യം, നിങ്ങളുടെ സ്വന്തം മൂല്യം നിർവചിക്കുക. നിന്നെ ആരും വിലമതിക്കാത്തത് അത് അവരുടെ പരിധിയാണ്, അത് നിന്റെ യാഥാർത്ഥ്യമല്ല. നീ നിന്നെ എങ്ങനെ കാണുന്നു അത് നിന്റെ ജീവിതം നിശ്ചയിക്കുന്നു. നീ നിന്നെ പവർഫുള്ളായി കാണുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ലോകം നിന്നെ പവർഫുള്ളായി കാണും. നീ നിന്നെ വീക്കായി കാണുകയാണോ? അങ്ങനെയാണെങ്കിൽ ലോകം നിന്നെ അവഗണിക്കും. നിന്റെ മൂല്യം നിന്റെ കയ്യിൽ, നിന്റെ ആദരവ് നിന്റെ നിയന്ത്രണത്തിൽ, നിന്റെ ജീവിതം നിന്റെ തീരുമാനങ്ങളിൽ. നിനക്കു ആരും വിലമതിക്കാത്ത സമയം അത് നിന്നെ ജീവിതത്തിൻ്റെ അവസാനമല്ല, അത് നിന്നെ പുതിയ പതിപ്പിൻ്റെ ആരംഭമാണ്. നീ നിന്നെ മാറ്റാൻ ആരംഭിച്ചാൽ ലോകം നിന്നെ മാറ്റിക്കാണും. നീ നിന്നെ ഉയർത്താൻ ആരംഭിച്ചാൽ ലോകം നിന്നെ ഉയർത്തും. നീ നിന്നെ ആദരിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ലോകം നിന്നെ ആദരിക്കും. നിന്നെ ആരും വിലമതിക്കാത്ത സമയം അതൊരു അപമാനമല്ല, അതൊരു ക്ഷണമാണ്. നിന്നെ അടുത്ത തലത്തിലേക്ക് ക്ഷണിക്കുന്ന ക്ഷണം. നീ എഴുന്നേറ്റ് നിൽക്കണം, നീ നിന്നെ നിർമ്മിക്കണം, നീ നിന്റെ മൂല്യം ലോകത്തിന് കാണിക്കണം. നീ പോർവീരൻ, ഉന്നെ ആരാലും താഴ്ത്താൻ കഴിയില്ല, ഉന്നെ ആരാലും അവഗണിക്കാൻ കഴിയില്ല, ഉന്നെ ആരാലും ആദരിക്കാതെ ഇരിക്കാൻ കഴിയില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിക്കാൻ തുടങ്ങും, ലോകം നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും. ഈ വീഡിയോ നിന്റെ മനസ്സിൽ ഏതെങ്കിലും ഒരു സത്യത്തെ സ്പർശിച്ചെങ്കിൽ അത് നിന്റെ ഉള്ളിൽ മാത്രം സൂക്ഷിക്കരുത്. ഇന്നു മുതൽ ഞാൻ എൻ്റെ സ്വഭാവം രൂപപ്പെടുത്തുന്നു. അങ്ങനെ എഴുതിയ ശേഷം നിന്നെ ഏറെ ബാധിച്ച ഒരു സത്യത്തെ പരാമർശിക്കുക. അത് നിന്നെ മാത്രമല്ല, മറ്റൊരാൾക്കും ഒരു വിഴിപ്പനുഭവമാകാം. ഈ വീഡിയോ പങ്കിടുക. എന്നാൽ അരിവൺ ഒരു ചാനലല്ല, ഇതൊരു കമ്മ്യൂണിറ്റി, ഒരു പോർവീരൻ കമ്മ്യൂണിറ്റി. നമ്മുടെ പോലെ ആയിരക്കണക്കിന് പുരുഷന്മാർ അവരുടെ ജീവിതം മാറ്റാൻ ഒരു സത്യവും ഒരു വാക്കും ഒരു വീഡിയോയും മതിയാകും. നിന്റെ ഷെയർ ചെയ്യുന്ന ഒരു ക്ലിക്ക് ആരോ ഒരാളുടെ ജീവിതം ലിറ്ററലി മാറ്റും. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അരിവുൺ കുടുംബത്തിൽ ചേരുക. ഞാൻ അരിവോ. അടുത്ത വീഡിയോയിൽ നിന്നെ കാണാം. യുദ്ധക്കാരനെ മുന്നോട്ട്.